ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം അവസാന അധ്യായമായ 40-ാം അധ്യായമാണല്ലോ നമ്മളിന്ന് വായിക്കുന്നത്. ഈ അവസാന അധ്യായത്തിൽ സമാഗമന കൂടാരത്തിൻ്റെ പ്രതിഷ്ഠ, അതിൻ്റെ സ്ഥാപനം, യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ പ്രകാരം, മോശയെ ആഹ്വാനം ചെയ്ത പ്രകാരം സമാഗമന കൂടാരത്തിൻ്റെ പണികളൊക്കെയും പൂർത്തീകരിക്കപ്പെട്ടു. ബെസലേൽ എന്നും ഒബേഹിയാബ് എന്നും പറയുന്ന രണ്ട് ജ്ഞാനികളായ ആളുകളുടെ നേതൃത്വത്തിൽ അതിൻ്റെ പണികളൊക്കെയും പൂർത്തീകരിച്ച് അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടതായ സമാഗമന കൂടാരം 1-ാം മാസം 1-ാം തീയതി സ്ഥാപിക്കുവാൻ യഹോവയായ ദൈവം ആവശ്യപ്പെട്ടു. അങ്ങനെ സ്ഥാപിച്ചതിന് ശേഷം അതിൻ്റെ ഭാഗങ്ങളൊക്കെയും വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഈ 40-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞു, വിശുദ്ധ തൈലം കൊണ്ട് അതിനെ അഭിഷേകം ചെയ്യണം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള ഭാഗങ്ങളിൽ ആ തൈലം ഉണ്ടാക്കുന്ന രീതി നമ്മൾ കണ്ടതാണ്. അത് വിശുദ്ധ തൈലമാണ്. അത് ഈ സാധനങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ ഈ സമാഗമന കൂടാരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അതിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അത് വിശുദ്ധമായിട്ട് തീരുകയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് തൈലം എന്ന് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയിരുന്നല്ലോ. അപ്പം അങ്ങനെ എല്ലാത്തിനും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും പ്രാകാരത്തിനുമുള്ള സകലത്തെയും അത് ശുദ്ധീകരിക്കും. അതിനുശേഷം ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം അവിടെയുണ്ട്. ആ സാന്നിധ്യത്തിലാണ് ഇസ്രായേൽ ജനം വന്ന് ആരാധന അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പാപപരിഹാര ബലി അവിടെ നടത്തുന്നു. അങ്ങനെ അതിൻ്റെ ഒരു സമാഗമന കൂടാരത്തിൻ്റെ ഒരു വലിയ പ്രതിഷ്ഠ അവിടെ നടത്തുവാൻ യഹോവയായ ദൈവം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അപ്രകാരം ഒരു പ്രതിഷ്ഠ അവിടെ നടത്തി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഒരു മേഘമായി വന്ന് സമാഗമന കൂടാരത്തെ മൂടിയെന്ന് 34-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദിവ്യമായ സാമീപ്യം അവിടെ വെളിവാക്കപ്പെടുകയാണ്. ഇനി അവർ മുന്നോട്ട് യാത്ര ചെയ്യുന്നത് ഇതിന്മേൽ ആവസിക്കുന്നതായ മേഘമനുസരിച്ചാണ്. മേഘം കൂടാരത്തെ മൂടി നിൽക്കുമ്പോൾ അവർ അവിടെ തന്നെ തുടരും. മേഘം എപ്പോൾ കൂടാരത്തിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്നുവോ അപ്പോൾ അവിടെ കൂടാരം പൊളിച്ച് അതുമായി യാത്ര ചെയ്യും. പിന്നീട് മേഘം എവിടെ നിൽക്കുന്നുവോ അവിടെ അവർ കൂടാരം അടിക്കും. അപ്രകാരം ദൈവത്തിൻ്റെ ദിവ്യമായ തേജസ്, ആ സാമീപ്യം ഈ മേഘത്തിൽ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. എന്നിട്ട് നമ്മൾ വായിക്കുന്നത്, രാത്രിയിൽ മേഘത്തിൽ അഗ്നിസ്തംഭമുണ്ടായി അവർക്ക് വലിയ പ്രകാശം അവിടെ ലഭിച്ചിരുന്നു. അത് രണ്ട് ദൈവത്തിൻ്റെ വലിയ തേജസ്സിനെയാണ് അവിടെ ഇത് സൂചിപ്പിക്കുന്നത്. ഇനിയുമുള്ള പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി യഹോവയായ ദൈവം അവരെ അവിടെ വഴി നടത്തുകയാണ്. അവർ മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ടതിൻ്റെ 2-ാം മാസം, അതിൻ്റെ 2-ാം വർഷം 1-ാം മാസമാണ് അവർ ഈ സമാഗമന കൂടാരത്തിൻ്റെ പണി പൂർത്തീകരിച്ച് അത് സ്ഥാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാക്കി 39 വർഷക്കാലം, 40 വർഷത്തിൽ 39 വർഷക്കാലവും അവർക്ക് ഈ സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ തേജസ് അനുഭവിച്ചുകൊണ്ടുള്ള യാത്രയും അവരുടെ ആ യാഗവുമാണ് അവിടെ സംഭവിക്കുക. ഇതൊക്കെയും പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ സൂചനയായി നമുക്ക് കാണാവുന്നതാണ്. അപ്പം ഈ 40-ാം അധ്യായം എല്ലാവരും ഒന്ന് വായിക്കുക. അതോടൊപ്പം സമാഗമന കൂടാരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് വളരെ ചുരുക്കമായി ഒന്ന് ചിന്തിക്കാം. ഒന്ന് നമ്മൾ കണ്ടത് പ്രാകാരമാണ്. ആദ്യം വിശ്വാസികൾ വന്നു നിൽക്കുന്ന സ്ഥലമാണ് പ്രാകാരം. അത് ഭൂമിയുടെ പ്രതീകമാണ്, അല്ലെങ്കിൽ പാപികളായ മനുഷ്യൻ്റെ ഒരവസ്ഥയാണ് അവിടെ പ്രാകാരം സൂചിപ്പിക്കുന്നത്. 2 വാതിലാണ്. ആ പ്രാകാരത്തിൽ നിന്നാണ് ദേവാലയത്തിനുള്ളിലേക്ക്, സമാഗമന കൂടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക. പുതിയ നിയമത്തിൽ ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. 3 താമ്ര യാഗപീഠമാണ്. പാപപരിഹാര ബലിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പാപത്തോടുകൂടി ആർക്കും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. പുതിയ നിയമത്തിൽ ആ പാപപരിഹാര ബലി നമുക്ക് ഇന്ന് പുതിയ നിയമത്തിൽ ആ പാപപരിഹാരം നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ കുമ്പസാരം എന്ന ആ വലിയ കൂദാശയിലൂടെയാണ്. 4 അതിലുള്ളതായ പലകകളാണ്. സമാഗമന കൂടാരം നിവർത്തി നിർത്താൻ വേണ്ടി സഹായിക്കുന്നതായ പലകകൾ.
അതെന്താണ് ആ പലകകൾ? നമ്മൾ നേരത്തെ ചിന്തിച്ചതാണല്ലോ. മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന് സംയോജിക്കപ്പെട്ട വിശ്വാസികളുടെ വലിയ ഒരു പ്രതീകമാണത്. എന്ന് പറഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ പുതിയ സൃഷ്ടിയായിട്ട് അവന് തീരുകയാണ്. അപ്രകാരം നമ്മൾ ഓരോരുത്തരും ആ സ്വർഗരാജ്യത്തിൻ്റെ ഓരോ പലകകളായി നമ്മൾ ഇത് മാറ്റപ്പെടുകയാണ്. 5ാമത് നമ്മൾ കണ്ടത് അന്താഴങ്ങളാണ്. ഈ പലകളെ തമ്മിൽ ചേർത്ത് നിർത്തിയത്, വിശ്വാസികളെ തമ്മിൽ സംയോജിപ്പിക്കുന്നതായ ആ വലിയ ബന്ധം, അത് പരിശുദ്ധാത്മാവാണ്, അല്ലെങ്കിൽ അപ്പസ്തോലന്മാരാണ്, അവരുടെ ആ പഠിപ്പിക്കലുകളാണ്. അതാണ് നമുക്ക് അന്താഴങ്ങളായി നമ്മളെ ചേർത്ത് നിർത്തുന്നത്. പിന്നെ നമ്മൾ കണ്ടത് മൂടിശീലയാണ്. മൂടിശീലയുടെ പ്രത്യേകത അത് പുറമെ വലിയ സൗന്ദര്യമുള്ളതല്ല, പക്ഷെ അകമേ ഏറെ സൗന്ദര്യമുള്ളതാണ് അകത്തുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ബാഹ്യമായ ഒരു ഇതല്ല ഉള്ളത്, ആന്തരികമായ പ്രകാശവും ആന്തരികമായ വെളിച്ചവും ആന്തരികമായ ശക്തിയുമാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. ബാഹ്യമായി മറ്റു മനുഷ്യരെ പോലെ തന്നെയാണ് നമ്മൾ ഭൂമിയിൽ. പിന്നെ നമ്മൾ കണ്ടത് ഇത് താമരത്തൊട്ടിയാണ്. അതിലാണ് കൈയും മുഖവും ഒക്കെ അവർ ഇത് കഴുകിയിരുന്നത്. ആ താമരത്തൊട്ടി ഇന്ന് വചനത്താലുള്ള നമ്മുടെ കഴുകലിനെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മെ തന്നെ നമ്മൾ ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കുന്നു. പിന്നെ ഉള്ളത് ധൂപപീഠമാണ്, അല്ലെങ്കിൽ പരിശുദ്ധന്മാരുടെ പ്രാർത്ഥന. അതിങ്ങനെ ഒരു സൗരഭ്യമായി ദൈവസന്നിധിയിലേക്ക് നമ്മൾ വിശുദ്ധിയോടെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് അവിടെ ധൂപപീഠമുള്ളത്. പിന്നെയുള്ളത് കാഴ്ചയപ്പത്തിൻ്റെ മേശയാണ്. പുതിയ നിയമത്തിൽ അതിന്മേലായിരുന്നു 12 ഗോത്രങ്ങളെ പ്രതി 12 അപ്പങ്ങൾ അവിടെ വെച്ചിരുന്നത്. പുതിയ നിയമത്തിൽ നമുക്കറിയാം അത് നമ്മുടെ കർത്താവിൻ്റെ ശരീര രക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാനയാണ്. അത് കർത്താവിൻ്റെ ആ ശരീരത്തെ നമ്മൾ ആഘോഷിക്കുന്ന വിശുദ്ധ ത്രോണോസായി നമുക്കിപ്പോൾ അതിനെ കാണാവുന്നതാണ്. പിന്നുള്ളത് ഇത് തങ്ക നിലവിളക്കാണ്. വെളിച്ചം യേശു ക്രിസ്തുവിനെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അത് ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോഴുള്ള അവൻ്റെ അവസ്ഥയാണ്. അവൻ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുന്നതായ അനുഭവത്തെ അത് സൂചിപ്പിക്കുന്നു. പിന്നെയുള്ളത് തിരശ്ശീലയാണ്. അതായത് വേർപാട്, അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതാണ്. അതാണ് എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യ പ്രവേശനം അത്ര എളുപ്പം നമുക്ക് സാധ്യമല്ല. നമ്മൾ അനേക വിസ്തീർണങ്ങളിൽ കൂടെ മാത്രമേ ആ സ്വർഗരാജ്യ പ്രവേശനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. യേശു തമ്പുരാൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ ആ ദേവാലയത്തിന് അതിൻ്റെ തിരശ്ശീല മുകൾ മുതൽ അടിവരെ ചീന്തിപ്പോയി. എന്ന് പറഞ്ഞാൽ ആ വേർപാട് നീങ്ങി, എല്ലാവർക്കും സ്വർഗരാജ്യത്തിലുള്ള പ്രവേശനം സാധ്യമായി. അതുവരെയും പർദീസയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിരുന്നു. ആ വാതിലുകൾ തുറക്കപ്പെട്ടു എന്നതിൻ്റെ സൂചനയായിട്ട് അത് സംഭവിക്കുകയാണ്. ഏറ്റവും അവസാനം 12ാമതുള്ളത് പെട്ടകവും അതിന്മേലുള്ളതായ കൃപാസനവുമാണ്. അതാണ് അതിവിശുദ്ധ സ്ഥലത്തുള്ളത്. അത് നമ്മുടെ കർത്താവിനെയും അതുപോലെ തന്നെ പരിശുദ്ധ പിതാക്കന്മാർ പരിശുദ്ധ അമ്മയെ അത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കർത്താവ് ആ അമ്മയുടെ ഉദരത്തിൽ വസിച്ചപ്പോൾ സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ആ പേടകം അവിടെ ആയിരുന്നതുപോലെ തന്നെയാണ്. അവിടെയാണ് കെരൂബുകളുടെ രൂപം കുത്തിവെച്ചത്. അതിൻ്റെ നടുവിലാണവെന്ന് ദൈവത്തിൻ്റെ അറിയിപ്പ് മാലാഖം വന്ന് അറിയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ പഴയ നിയമത്തിൽ കാണിച്ചതൊക്കെയും പുതിയ നിയമത്തിൽ അതിൻ്റെ പൂർണ്ണത നമ്മളിന്ന് അനുഭവിക്കുകയാണ്. പുതിയ നിയമത്തിൽ നമ്മൾ നടത്തുന്ന ആരാധനയുടെയും വിശ്വാസത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും ഒക്കെയും ഒരു പ്രതീകമായി പഴയ നിയമത്തിൽ ഈ സംഭവങ്ങളെ കാണേണ്ടതാണ്. അപ്പോൾ അങ്ങനെ പുറപ്പാട് പുസ്തകം നമ്മൾ വായിച്ച് സമാപിപ്പിക്കുകയാണ്. ഇത്രയും നാളെ ഇതിനോട് സഹകരിച്ച എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നാളെ മുതൽ നമ്മൾ ലേവ്യ പുസ്തകത്തിലേക്ക്, ഈ സമാഗമന കൂടാരത്തിലെ യാഗങ്ങളുമായി സംബന്ധിച്ചാണ് ലേവ്യ പുസ്തകത്തിലെ പരാമർശങ്ങൾ. നാളെ മുതൽ ലേവ്യ പുസ്തകം നമുക്ക് വായിക്കാൻ വേണ്ടി ഒരുങ്ങാം. ദൈവമേ, പരിശുദ്ധാത്മാവെ അതിനെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരും ഇനി ഒരു പുതിയ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വായിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ആളുകളെ നിങ്ങൾ പ്രേരിപ്പിക്കുകയും ഓരോ ദിവസം ഓരോ അധ്യായങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കുകയും ചെയ്യാം. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.